കഴിഞ്ഞ ദിവസങ്ങളായി ഏറെ ശ്രദ്ധേയമായ അല്ലെങ്കിൽ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു കാര്യമാണ് ഈ പാചകവാതക പ്രതിസന്ധി. എന്തായാലും ഈ പാചകവാതക ക്ഷാമത്തെ തുടർന്ന് ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. ഭക്ഷണ വിതരണത്തിൽ ഹോട്ടലുകൾ ഇതിനോടകം തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചി നഗരത്തിലെ ഹോസ്റ്റലുകളുടെ കാര്യവും പ്രതിസന്ധിയിലാണ്. കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, ഗുഡ് മോർണിംഗ്. ഏറെ പ്രതിസന്ധിയാണ് ഈ പാചകവാതക പ്രതിസന്ധി അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഹോട്ടലുകളൊക്കെ തന്നെ അടച്ചുപൂട്ടുന്നു. മാത്രമല്ല ഈ ഭക്ഷണക്രമം അടക്കം ക്രമീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എങ്ങനെ പ്രതിസന്ധി പരിഹരിക്കാമെന്നാണ് ഇവർ കരുതുന്നത്? ലിജിൻ, ഗുഡ് മോർണിംഗ്. വലിയൊരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് ഹോട്ടൽ ഉടമകൾ കടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ ആരംഭിച്ച ഈ ഒരു നിയന്ത്രണം, ആദ്യം പാചകവാതകത്തിനുള്ള നിയന്ത്രണമായിരുന്നു ഉണ്ടായിരുന്നത്. അത് രൂക്ഷമായി മാറുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പാചകവാതം ലഭ്യതയിൽ തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണ് ഹോട്ടൽ ഉടമകളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മുതൽ തന്നെ ഇവർ കരുതൽ എന്നുള്ള രീതിയിലൊക്കെ അവരുടെ പാചകത്തിൻ്റെ രീതി, ഭക്ഷണ വിതരണമൊക്കെ ക്രമീകരിച്ച് ഏതാനും ദിവസങ്ങളൊക്കെ തള്ളി നീക്കി. എന്നാൽ ഇനി ഹോട്ടലുകൾ അടച്ചിടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിലാണ് ഉള്ളത്. ഈ ഹോട്ടലിലെ സാഹചര്യം തന്നെ ഒന്ന് നോക്കാം. ഈ ഹോട്ടലിലെ ഉടമകളിൽ നിന്നൊക്കെ നമുക്ക് എന്തായാലും വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളത് തന്നെ ചോദിച്ചറിയാം അവരോട്. ചേട്ടാ, നിലവിൽ എന്താണ് ഒരു പ്രതിസന്ധി പാചകവാതകത്തെ സംബന്ധിച്ചുള്ളത്? പ്രതിസന്ധി ഘട്ടമാണ് ഇപ്പോൾ ശരിക്കും. കാരണം ഏറ്റവും ലാസ്റ്റ് നമുക്ക് സിലിണ്ടർ കിട്ടിയത് ശനിയാഴ്ചയാണ് കിട്ടിയത്. പിന്നെ നമുക്ക് ഇതുവരെ ഒരു സിലിണ്ടർ പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ പല പല ഐറ്റംസും ഷോർട്ട് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇത്രയും ദിവസം ഒപ്പിച്ചേക്കുന്നത്. ഇപ്പോൾ നാളെയും കൂടി നമുക്ക് തുറക്കാനുള്ള അതും ഫുള്ളായിട്ട് തുറക്കാനുള്ളത് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഭക്ഷണം? ഏതെങ്കിലും സമയത്തേക്ക് ക്രമീകരിക്കേണ്ടതായിട്ടൊക്കെ വരുമോ? ഓൾറെഡി ഇപ്പോഴേ നമ്മൾ അങ്ങനെ ക്രമീകരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ ഫുള്ളായിട്ട് ഉണ്ടാവില്ല. നാളെ എന്തായാലും ഒരു വൈകിട്ടൊക്കെ ആകുമ്പോൾ പൂട്ടേണ്ട വന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഈ ഇഫ്താറിൻ്റെ ഒക്കെ ഒരു സമയമാണ്. അതുകൊണ്ട് വൈകിട്ടൊക്കെ ഒരുപാട് ഓർഡറുകളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴെങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധി ഉടലെടുത്തതിന് ശേഷം എങ്ങനെയാണ് ഓർഡറുകളൊക്കെ ലഭിക്കുന്നുണ്ടോ? ഓർഡറുകളെല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതൊന്നും പിടിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം ഗ്യാസ് നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കണതുകൊണ്ട് പിന്നെ വന്ന ഓർഡറുകളൊന്നും പിടിക്കണമില്ല. നിലവിലത് ഒരു ദിവസവും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഒരേ കാര്യങ്ങൾ കുറച്ച് നാളെ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, ചിലപ്പോൾ വൈകിട്ടൊന്നും എത്താൻ സാധ്യതയില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. എന്താണ് ഈ LPG ബുക്ക് ചെയ്യാനായിട്ടൊക്കെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മറുപടി? ഞങ്ങൾക്കിപ്പോൾ തന്നെ ഷോൺ ഏജൻസിയാണ് നമുക്ക് ഗ്യാസ് തരുന്നത്. ഇപ്പം നിലവിൽ അവർക്ക് ഒരു തരത്തിലും തരാനുള്ള സാധനം ഇല്ല എന്നാണ് പറയണത്. ഹോട്ടലുകൾ മേഖലകൾക്ക് തരാനുള്ളതില്ല. ഇപ്പോൾ നിലവിലിപ്പോൾ അവർ കൊടുക്കുന്നത് ഹോസ്പിറ്റലുകൾക്ക്, അങ്ങനെ സ്കൂളുകൾക്ക്, അങ്ങനെയൊക്കെ എന്നാണ് പറഞ്ഞത്. ഇപ്പം ആരും ഫോൺ എടുക്കാത്ത അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഉള്ളത്. ഈ പ്രതിസന്ധി എത്ര വരെ തുടരും? അങ്ങനെ വല്ലതും ഏജൻസികൾ പറയുന്നുണ്ടോ? അവരെങ്ങനെയും 10-20 ദിവസം താമസം എടുക്കും എന്നുള്ള രീതിയിലാണ് നമ്മളോടെല്ലാം പറഞ്ഞേക്കുന്നത്. അത്ര ദിവസം ഇനി ഹോട്ടൽ അടച്ചിടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം? അതെ, അത്രയും ദിവസം നമ്മൾ തീർച്ചയായിട്ടും അടച്ചിടേണ്ട അവസ്ഥയിലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്റ്റാഫിൻ്റെ ഒക്കെ കാര്യം ഓർത്താൽ തന്നെ അവർക്ക് വേണ്ടി തന്നെ നമ്മൾ ഒരു സിലിണ്ടർ മാറ്റി വെക്കണം അവരുടെ ആവശ്യങ്ങൾക്കായിട്ട്. അപ്പോൾ അവരും ഇനി ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത്രയും ദിവസം അടച്ചിടേണ്ട അവസ്ഥകളിലേക്ക് വരുമ്പോൾ അവർ നാട്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഗ്യാസ് കിട്ടണ ഒരു സാഹചര്യത്തിൽ പോലും നമുക്ക് കട തുറക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ. കാരണം സ്റ്റാഫൊന്നും ഇല്ലാണ്ട് നമുക്ക് തുറക്കാനും പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോകണം. എന്തായാലും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ലിജിൻ, വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഈ ഹോട്ടലുകൾ അടച്ചിടുമ്പോൾ അവിടുത്തെ ഭക്ഷണ വിതരണം മാത്രമല്ല, ഈ ജീവനക്കാരടക്കം ഒരുപാട് പേരുണ്ട്. ഇവരുടെ കാര്യം കൂടി പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ആ കാര്യം അവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാത്തൊരു സാഹചര്യം, പിന്നെ നാട്ടിലേക്ക് പോകേണ്ടി വരും. അതിനുശേഷമൊക്കെ ഈ അടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഹോട്ടൽ തുറക്കുക എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് എന്നുള്ളൊരു കാര്യമാണ് ഏതായാലും ജീവനക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനോടകം തന്നെ പല ഹോട്ടലുകളും കൊച്ചി നഗരത്തിൽ അടച്ചു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഇതിന് സമീപം തന്നെ, അതായത് ഇപ്പോൾ കലൂരിലുള്ള ഒരു ഹോട്ടലിലാണ് ഞാനുള്ളത്. ഇതിന് തൊട്ട് സമീപം തന്നെ മറ്റൊരു ഹോട്ടൽ കാണാം. ഈ ഹോട്ടൽ ഇന്നലെ മുതൽ തന്നെ അടച്ചിട്ടിരിക്കുന്നു. ശരി കിരൺ, എന്തായാലും വലിയ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാത്രവുമല്ല ഹോട്ടലുകളുടെ കാര്യം, ഒപ്പം തന്നെ അവിടെ ജോലി ചെയ്യുന്ന ജോലിക്കാരുടെ, ജീവനക്കാരുടെ കാര്യമൊക്കെ വലിയ ബുദ്ധിമുട്ടിലാകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ കോണുകളിൽ പലയിടത്തും ഇത്തരത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്നു. ഹോട്ടലുകൾ അടയ്ക്കേണ്ട ഒരു സാഹചര്യമേക്ക് വരികയാണ്. കേന്ദ്ര സർക്കാർ ഇപ്പോഴും പറയുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാകില്ല എന്നുള്ളതാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ്. പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ കടക്കണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. കിരൺ കുമാർ ആയിരുന്നു കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.